എല്ലാവർക്കും നമസ്കാരം. +1 പ്രവേശന നടപടികൾ കഴിഞ്ഞ മെയ് മാസം ആരംഭിച്ചപ്പോൾ തന്നെ പല കുട്ടികളും ആദ്യ അലോട്ട്മെന്റ് മുതൽ ചോദിക്കുന്ന ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട്, അതായത് സ്കൂൾ ജോയിൻ ചെയ്തതിന് ശേഷം ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളാണ് കമൻസിലൂടെയൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു പരിസമാപ്തി എന്നുള്ള നിലക്ക് ട്രാൻസ്ഫറിൻ്റെ അതിൻ്റെ അപേക്ഷ ക്ഷണിച്ചതിന് ശേഷം, അപേക്ഷ അയച്ചതിന് ശേഷം അതിൻ്റെ ലിസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോയിനിങ് ഡേറ്റും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. +1 പ്രവേശനം നേടിയിട്ടുള്ള ട്രാൻസ്ഫറിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളിലേക്ക് പരമാവധി വീഡിയോ എത്തിക്കുക. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് ഈ ട്രാൻസ്ഫർ അലോട്ട്മെന്റിൽ വരുന്നത്, ട്രാൻസ്ഫർ അലോട്ട്മെന്റിൽ എന്തൊക്കെയാണ് സ്കൂളിൽ ചേരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ട്രാൻസ്ഫർ എന്ന് പറയുന്നത് 3 തരത്തിലുള്ള ട്രാൻസ്ഫറിലായിരിക്കും കുട്ടികൾ അപേക്ഷിച്ചിട്ടുണ്ടാവുക. ഒന്ന് സ്കൂൾ മാറാൻ വേണ്ടിയിട്ട് സെയിം സബ്ജക്റ്റിൽ, ഇപ്പോൾ ഒരു കുട്ടി സയൻസ് എടുത്തിട്ടുള്ള ഒരു ചേർന്നിട്ടുള്ള കുട്ടിയാണെങ്കിൽ അതേ വിഭാഗത്തിൽ തന്നെ സയൻസ് സ്ട്രീമിൽ തന്നെ മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടാവും. മറ്റൊന്ന് സ്കൂൾ മാത്രമല്ല, കോമ്പിനേഷൻ മാറാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. കോമ്പിനേഷൻ അതേ സ്കൂളിൽ തന്നെ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിൽ തന്നെ, നിങ്ങളിപ്പോൾ സയൻസ് എടുത്തിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ കൊമേഴ്സിലേക്കോ അല്ലെങ്കിൽ തിരിച്ചോ, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിലേക്കോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടി തിരിച്ചോ ഒക്കെ ഇതിനകത്ത് കോമ്പിനേഷൻ മാറാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടാവും. സെയിം സ്കൂളിലേക്ക് കൊടുത്തിട്ടുണ്ടാവും, മറ്റൊരു സ്കൂളിലേക്ക് കൊടുത്തിട്ടുണ്ടാവും. മൂന്നാമത് എന്ന് പറയുന്നത് സ്കൂളും കോമ്പിനേഷനും മാറാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുട്ടികൾ കൊടുത്തിട്ടുണ്ട്, ജില്ല മാറാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള കുട്ടികളുണ്ടാവും. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ട്രാൻസ്ഫറിൻ്റെ ലിസ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് പരിശോധിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ആദ്യത്തെ അലോട്ട്മെന്റ് മുതൽ നമ്മൾ ചെയ്യുന്ന ട്രയൽ അലോട്ട്മെന്റ് മുതൽ തന്നെ നമ്മൾ ചെയ്യുന്ന അപേക്ഷ കൊടുത്തത് മുതൽ തന്നെ നമ്മൾ ചെയ്ത് വന്നിട്ടുള്ള HS CAP എന്ന് പറയുന്ന സൈറ്റിലൂടെ, HS CAP എന്നാണ് സൈറ്റിലൂടെ നമുക്ക് ഇതിനകത്ത് അപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ നിങ്ങളുടെ പാസ്വേഡ് ഒക്കെ കൊടുത്ത് നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിനിൽ കയറാൻ കഴിയും. അവിടെ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിനിൽ കയറുമ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് റിസൾട്ട് എന്നവിടെ വന്നിട്ടുണ്ടാവും. ട്രാൻസ്ഫർ അലോട്ട്മെന്റ് റിസൾട്ട് എന്നുള്ളതിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് എവിടെയാണ് ട്രാൻസ്ഫർ ലഭിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാവും. നിങ്ങളിപ്പോൾ അവിടെ നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിനകത്തുള്ള പ്രിൻസിപ്പൽ ലോഗിനിലൂടെ നിങ്ങൾക്ക് വിവരം ചിലപ്പോൾ അധ്യാപകർ തരുമായിരിക്കും. ഇനി അത് എപ്പോഴാണ് ഇതിൻ്റെ ചേരേണ്ട സമയം എന്നുള്ളതാണ്. ചേരേണ്ട സമയത്തിന് മുന്നേ ഒരു കാര്യം ഓർമ്മിക്കുക. ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് ട്രാൻസ്ഫർ കിട്ടിയ ഒരു കുട്ടിയെ സംബന്ധിച്ച് എനിക്ക് ഇപ്പോൾ ഉള്ള സ്കൂൾ തന്നെ മതി എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കാര്യമില്ല. അത് നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടൊരു കാര്യമല്ല. നിങ്ങൾ ട്രാൻസ്ഫർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും ആ കിട്ടിയിട്ടുള്ള കോമ്പിനേഷനിലേക്കോ ആ കിട്ടിയിട്ടുള്ള സ്കൂളിലേക്കോ നിങ്ങൾ മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ജൂലൈ 25-ാം തീയതി രാവിലെ 10 മണി മുതൽ 28-ാം തീയതി വൈകുന്നേരം 4 മണി വരെ നിങ്ങൾക്ക് ഇതിൻ്റെ ജോയിനിങ് ടൈം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ശ്രദ്ധിക്കാം, 25-ാം തീയതി 10 മണി മുതൽ 28-ാം തീയതി 4 മണി വരെ നിങ്ങൾക്ക് ഈ ജോയിനിങ്ങിൻ്റെ ടൈം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മിക്കണം, നിർബന്ധമായിട്ടും ട്രാൻസ്ഫർ ലഭിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പഴയ സ്കൂളിലെ പഴയ കോമ്പിനേഷൻ മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങളാണ് അപേക്ഷ കൊടുത്തത്. അപേക്ഷ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അപ്പം അതിനകത്ത് ബാക്കി ചേരുന്ന കാര്യങ്ങൾ, ഫീസൊക്കെ നിങ്ങൾ നേരത്തെ അടച്ച സ്കൂളിനകത്തുള്ള റെസീപ്റ്റും കാര്യങ്ങളും വെച്ച് അധിക ഫീസ് വരുന്നുണ്ടെങ്കിൽ മാത്രം, ഉദാഹരണത്തിന് ഇപ്പോൾ സയൻസിലെ ട്യൂഷൻ ഫീസ് അധികമാണ്, ഹ്യൂമാനിറ്റീസിന് കുറവാണ്. അപ്പോൾ ആ ഹ്യൂമാനിറ്റീസിൻ്റെ ഫീസ് കഴിച്ച് ബാക്കിയുടെ ഫീസ് നിങ്ങൾ അടച്ചാൽ മതിയാവും. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്കൂൾ ഓഫീസിൽ നിങ്ങൾ ചേരാൻ വേണ്ടി പോകുമ്പോൾ കൃത്യമായിട്ട് അത് മനസ്സിലാവും എന്നുള്ളതാണ്. ഇനി അതിനുശേഷം വരുന്ന ഒഴിവുകൾ 29-ാം തീയതി ഇപ്പോൾ ഏതാണ്ട് തോന്നുന്നത് ഇനിയും ഹയർ സെക്കൻഡറി സ്കൂളിനകത്ത് ചിലപ്പോൾ ഈ ട്രാൻസ്ഫറിന് ശേഷം ഒഴിവ് വരികയാണെങ്കിൽ ആ ഒഴിവ് കൃത്യമായിട്ട് 29-ാം തീയതി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അത് പ്രസിദ്ധീകരിക്കപ്പെടുകയും അതിനുശേഷം ഇതിൻ്റെ സ്പോട്ട് അഡ്മിഷൻ നേരിട്ട് നിങ്ങൾക്ക് സ്കൂളിൽ പോയി അഡ്മിഷൻ എടുക്കുന്ന കാര്യങ്ങൾ ബന്ധപ്പെട്ട് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള കാര്യം. അതിൻ്റെ സർക്കുലർ ഇറങ്ങുന്നതോടുകൂടി കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള കോമ്പിനേഷൻ ട്രാൻസ്ഫർ, സ്കൂൾ ട്രാൻസ്ഫർ, അതേപോലെ രണ്ടും വരുന്ന
ട്രാൻസ്ഫർ, ജില്ലാ ട്രാൻസ്ഫർ ഒക്കെ ഇതിനകത്ത് ഒറ്റ സ്ട്രീമിൽ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള കുട്ടികൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സൈറ്റിൽ നോക്കുക, എന്നിട്ട് അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പറുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. ഒപ്പം തന്നെ കമൻറ്റിലൂടെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വന്നിട്ടുള്ള ഡേറ്റ് പ്രകാരം ജൂലൈ 31 ഹയർ സെക്കൻഡറിയുടെ +1 ഈ വർഷത്തെ പ്രവേശന നടപടികൾ അവസാനിക്കും എന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള കാര്യം. അപ്പോൾ ഈ സ്കൂൾ മാറിയാലും ആദ്യം കുറച്ച് അല്ലെങ്കിൽ കോമ്പിനേഷൻ മാറുന്ന കുട്ടികളെ സംബന്ധിച്ചാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ചിലപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞു ക്ലാസ് തുടങ്ങിയതിന് ശേഷം. അപ്പോൾ അതിൻ്റേതായിട്ട് ചില ബുദ്ധിമുട്ടുകൾ കോമ്പിനേഷൻ മാറുമ്പോൾ ആദ്യഘട്ടത്തിൽ ഉണ്ടാവും. അത് മേക്കപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ. കുറച്ചുകൂടി ഹാർഡ് വർക്കിലേക്ക് അത്തരം കുട്ടികൾ മാറേണ്ടതുണ്ട്. അപ്പോൾ കോമ്പിനേഷൻ മാറിയ സബ്ജക്റ്റ് കൂടുതലായിട്ട് ഈ ഒരു മാസത്തെ പഠന കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ട്രാൻസ്ഫറിന് അപേക്ഷിച്ച കുട്ടികളിലേക്ക് പരമാവധി എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി.